ഹലോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വെള്ളമൊക്കെ വെയിൽ പോയിട്ടുണ്ട്. ദാഹിച്ച് ഞാൻ പുറത്ത് ഓട്ടൊക്കെ കഴിഞ്ഞ് വന്നതാണേ. അപ്പോൾ ദാഹിച്ച് ഇങ്ങനെ വന്നപ്പോൾ വെള്ളം ഇങ്ങനെ സ്പീഡിൽ കുടിച്ചപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ മേൽക്കുട്ടി പോയി. പിന്നെന്താ, ഇന്ന് രാവിലെ മാർക്കറ്റിൽ പോയില്ല, ലീവായിപ്പോയി, ഉറങ്ങിപ്പോയിട്ടാ. ഇന്നലെ കുഞ്ചൂസ് നീയല്ലേ ഫോണിൽ അലാറം വെച്ചേ? ഇന്നലെ കുഞ്ചൂസാണ് ഫോണിൽ അലാറം വെച്ചേ. അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ അലാറൊക്കെ വെച്ചിട്ടുണ്ട്, എന്നിട്ട് മേശമ്മ ഫോൺ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനാണെന്ന് പറഞ്ഞ് ഞാൻ കിടന്ന് തുടങ്ങി. പിന്നെ ഞാനത് നോക്കിയില്ല. പിന്നെ കുഞ്ചൂസ തീയൊന്ന് കുറച്ചിരിക്കുമോ? വന്ന പടി ഞാൻ വേഗം ചോറിൻ്റെ വെള്ളം അടുപ്പത്ത് വെച്ച് വെള്ളം വേഗം ചൂടായി വന്നപ്പോൾ അരി കഴുകിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് തിളച്ച് മറിഞ്ഞിട്ട് വേണം അതൊന്ന് ഇറക്കി വെക്കാനായിട്ട് ചാക്സറിൽ. അപ്പോൾ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ പോയില്ല മാർക്കറ്റിൽ. അപ്പം ഇന്നലെ ഇവനെ ഫോണിൽ അലാറം വെച്ചിട്ട് ഫോണവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാവിലെ ആ പ്രതീക്ഷയിൽ ഞാനും കിടന്നുറങ്ങി. ഞാൻ നോക്കിയില്ല. ഞാൻ പാലും സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ട് അങ്ങനെ വന്ന് കിടന്നുറങ്ങി. പിന്നെ രാവിലെ ഞാൻ 4:30 എൻ്റെ ഫ്രണ്ട് വിളിച്ചപ്പോൾ ഞാൻ എണീക്കണത് മാർക്കറ്റിൽ നിന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. സമയം നോക്കിയപ്പോൾ 4:30. ഞാൻ വേഗം കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ എണ്ണക്കടിക്കാരനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനിന്ന് വരില്ല, കടി വെക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത്, നിങ്ങളിതിപ്പോൾ ഇപ്പോഴാണോ പറയണേ, ഞാൻ കടി എടുത്ത് പോയല്ലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞ ആള് ഫോൺ വെച്ചിട്ട് പോയി. അപ്പോൾ മാർക്കറ്റിൽ എന്നെ കാണാതെ കണ്ടപ്പോഴാണ് എന്നെ വിളിച്ചത് കേട്ടോ. ഞാനൊരു 4:20 ആകുമ്പോഴത്തേക്കും മാർക്കറ്റ് എത്താറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു 4:30 കൊണ്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ മാർക്കറ്റിൽ എത്തിയില്ലല്ലോ. അപ്പോൾ കാണാത്തതുകൊണ്ട് എന്തേ വരാത്തതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അയ്യോ, ഞാനാകെ ടെൻഷനായിപ്പോയി. കാരണം ഇന്നലെ മാർക്കറ്റ് ലീവായിരുന്നു. അപ്പോൾ വീണ്ടും ഇന്ന് ലീവല്ല. എനിക്ക് കുഞ്ചൂസിൻ്റെ നന്ദൂരൊക്കെ ട്യൂഷൻ ഫീസ് അടയ്ക്കാനുണ്ട്. പിന്നെ ഈ മാസം ലാസ്റ്റ് ഒരു അടവുണ്ട്. 4-ാം തീയതി ആകുമ്പോഴത്തേക്ക് വണ്ടിയുടെ അടവുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, അയ്യോ കഷ്ടമായിപ്പോയി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ലീവാണ് ഇന്നെടുത്തത്. അന്നേരം സാരില്ല. ഞാനപ്പോൾ എന്താക്കിയെന്ന് വെച്ചാൽ 4:30 കോൾ വന്ന് എണ്ണക്കടിക്കാരനെ വിളിച്ചതിന് ശേഷം ഞാൻ പിന്നെ വേഗം എണീറ്റ് പല്ലൊക്കെ തേച്ച് ഫ്രഷായി പുട്ടുണ്ടാക്കി, ഗോതമ്പിൻ്റെ പപ്പടം കാച്ചി, കുടിക്കാനുള്ള വെള്ളവും തിളപ്പിച്ച് വെച്ച് ഓടിപ്പോയി കുളിച്ച് വന്ന് വേഗം ഡ്രസ്സൊക്കെ മാറ്റി കുഞ്ചൂസിനെ നന്ദൂനൊക്കെ വിളിച്ചേൽപ്പിച്ചു. അപ്പോഴത്തേക്ക് ഒരു 5:30 എന്ന് വെച്ചാൽ നന്ദൂന് ട്യൂഷനുണ്ട് 6:30. കുഞ്ചൂസിനൊന്നില്ല. അവന് 2 ദിവസം എക്സാമിൻ്റെ ഒക്കെ അവർ പറഞ്ഞൊക്കെ കൊടുത്തതായിരുന്നു. അപ്പോൾ ഇന്ന് അവർക്ക് ലീവായിരുന്നു. അപ്പം നന്ദൂന് ട്യൂഷന് പോകാണ്ടല്ലോ. അപ്പോൾ വിളിച്ചപ്പോൾ അവൻ വേഗം എണീറ്റു. കുഞ്ചൂസ് ഇതേ റെഡി ആവേണ്ട, അവന് ഉച്ചയ്ക്ക് എക്സാമാണ്. പിന്നെ എത്ര മണിക്കാണ് മറ്റേ സ്ക്രൈബിൻ്റെ? 12:30. അവന് 2 മണിക്കാണ് എക്സാം കുഞ്ചൂസിന്. ഫിസിക്സ് ആണെന്ന് എക്സാം. അപ്പോൾ ഈ സുഖമില്ലാത്ത കുട്ടികൾക്ക് എക്സാം എഴുതി കൊടുക്കുമല്ലോ. അപ്പോൾ അതൊന്ന് കുഞ്ചൂസ് എഴുതണുണ്ടായില്ല ഒരാളായിട്ട്. കഴിഞ്ഞ വർഷം നന്ദു ഇതുപോലെ ഒരു കുട്ടിക്ക് എഴുതി കൊടുത്തു. എന്നിട്ട് ഒരു വാച്ചൊക്കെ കൊടുത്തിട്ട് അവരൊരു 3000 രൂപയുടെ ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒരു വാച്ച് വാങ്ങിക്കൊടുത്തിട്ട് ഞാൻ കുറേ വിഷമിച്ചു. ഞാൻ പറഞ്ഞു, അവർ അത്ര ഭയങ്കര ക്യാഷുള്ള ടീമൊന്നുമല്ല, അവർക്കും അത്യാവശ്യം പ്രാരാബ്ദം കുറച്ച് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ മേടിപ്പിക്കാൻ നന്ദുവിനോട് വെച്ച് എന്തിനാടാ നീ ഇത് വാങ്ങിയെന്ന്. അപ്പോൾ അവൻ പറഞ്ഞിട്ടല്ല, അവരൊരു സന്തോഷത്തിന് കൊടുത്തതായിരുന്നു. ഞാൻ പിന്നെയാണ് ആ വാച്ചിൻ്റെ ഒരു റേറ്റ് ഒക്കെ അറിഞ്ഞ് 3000 രൂപ ഒക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പം ഞാൻ നന്ദു ഇത് അവിടെ ഇവിടെ കഴിച്ചു വയ്ക്കുമ്പോൾ ഞാൻ പറയും, ഇത്രയും വില കൂടിയ വാച്ച് അത് അവർ അത്രയും പൈസ ഇല്ലാത്തടത്ത് വാങ്ങി തന്നതാണ്. അപ്പോൾ അതങ്ങനെ അവിടെ ഇവിടെ ഒന്ന് കൊണ്ടിടരുത് എന്നൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു കൊടുക്കലുണ്ട്. അപ്പം ഇപ്രാവശ്യം കുഞ്ചൂസ് വേറെ ഏതൊരു കുട്ടിക്ക് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ നേരത്തെ പോകണം. അവന് 2 മണിക്കാണ്. 12:30 ആകുമ്പോഴത്തേക്ക് അവർക്ക് മറ്റേ പിള്ളേർക്കുള്ള എക്സാം എഴുതി കൊടുക്കണം. അപ്പോൾ 11:30 കഴിഞ്ഞ് 11:45 ആവണേ. അപ്പോൾ അവൻ്റെ പോവുകയാണ്. അപ്പം ഞാൻ വീഡിയോ ഭയങ്കരമായിട്ട് ഞാൻ വലിച്ചു നിന്നിട്ടില്ലേ. കുഞ്ചൂസിന് ഞാനൊരു വാച്ച് വാങ്ങിക്കൊടുത്തിട്ടുണ്ടല്ലേ. ഇത് മീഷോന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഒരു 10-200 രൂപയുടെ വാച്ച്. കുഞ്ചൂസാണ് ഇവിടെ ശരിക്കും വാച്ച് നന്നായി ഉപയോഗിക്കുന്ന ആൾ. ഞാനും ഇപ്പോൾ നന്നായിട്ട് ഉപയോഗിക്കും. പക്ഷെ നന്ദൂനെ വെച്ച് നോക്കുമ്പോൾ കുഞ്ചൂസിന് വാച്ചില്ലാണ്ട് പറ്റില്ല. പണ്ട് ഞങ്ങൾ കുറേ കളിയാക്കായിരുന്നു. ഇവൻ ബാത്റൂമിലും ഒക്കെ പോകുമ്പോഴും വാച്ച് ഉണ്ടാവും, കിടന്നുറങ്ങുമ്പോഴും വാച്ച് ഉണ്ടാവും. അപ്പം എല്ലാവരും പറയും, വീട്ടിൽ നിന്ന് ആരും കാണുമ്പോൾ കുറേയുടെ വാച്ചൊന്നും ഒരുക്കിയെന്ന്. അപ്പം ഞാൻ അവനൊരു വാച്ച്, അവൻ്റെ വാച്ച് സുബി അനിയൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു വാച്ച്. അപ്പം അത് വാങ്ങിയതല്ല അല്ലേ, മാമൻ്റെ ഒരു വാച്ച് തന്നല്ലേ? പുതിയത് വാങ്ങി തന്നാ അല്ല? ഇപ്പം ഈ ലാസ്റ്റ് ഉപയോഗിച്ച വാച്ച് മാമൻ്റെ വാച്ചല്ലേ? ഇവൻ പോയപ്പോഴേ ഇവന് വാച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ അതിന് മുന്നൊരു വാച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു സൂപ്പി. അപ്പോൾ ആ വാച്ച് കേടായി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവൻ്റെ കയ്യിലുള്ള ഒരു വാച്ച് ഇവന് കൊടുത്തു. അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാച്ച് ഇവനോട് എടുത്തെന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ അത് കുറേ ഉപയോഗിച്ചിട്ട് പിന്നെ കേടായപ്പോൾ
പിന്നെ ഞാനും അത് വിട്ടു. 1,500 രൂപ വേണ്ടേ വാച്ചിന്, അതിൻ്റെ ഇടയിൽ ഓരോ വേറെ വേറെ ആവശ്യങ്ങൾ വരുമ്പോൾ അത് കഴിയുമ്പോൾ ഇതവിടെ ഇട്ടേക്കും. അങ്ങനെയാണ്. പറ്റാഞ്ഞിട്ടാണെന്ന് വെച്ചാൽ പറ്റാഞ്ഞിട്ടായിരിക്കില്ല, നമുക്ക് ഈ കണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണപ്പോൾ തന്നെ അത് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ അതിനെക്കാട്ടും വലിയ ആവശ്യമാണല്ലോ എന്നും പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും, ഇതവിടെ കിടക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പിന്നെ എന്താക്കിയെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ സാധനങ്ങൾ മീഷോന്ന് മേടിക്കാറുണ്ട്. അപ്പം ഞാൻ മീഷോയിൽ ഇങ്ങനെ നോക്കിയപ്പോൾ വലിയ റേറ്റ് ഒന്നും ഇല്ല. 100-200 ഇവിടെ 200 സംതിങ് എന്തോ ആയിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ഇവനോട് പറഞ്ഞില്ല, ഭയങ്കരമായിട്ട് സർപ്രൈസ് ആവട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ വാച്ച് ഓർഡർ ചെയ്തു. ഇവന് ഇഷ്ടപ്പെട്ട ഒരു ടൈപ്പ് എനിക്ക് തോന്നി, ഞാനത് ഓർഡർ ചെയ്തു. അങ്ങനെ ഞാൻ ഇവനോട് ഞാൻ വരാനായപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു വാച്ച് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവനും ഭയങ്കര സന്തോഷമായി. ഇവന് അത്രയും ഇഷ്ടപ്പെട്ട സാധനം വാച്ച്. പക്ഷെ വാച്ച് കൊണ്ടുവന്നപ്പോൾ ഇവനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പറഞ്ഞു ഇവൻ ആഗ്രഹിച്ച പോലത്തെ ഒരു വാച്ചാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളത് ഇപ്പം എത്ര വില കൊടുത്ത് വാങ്ങിയിട്ടും അവർക്ക് ആ ഒരു സന്തോഷം കിട്ടില്ലല്ലോ. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു. വാട്ടർ പ്രൂഫ് ഉണ്ടല്ലോ, അത് നല്ല വാച്ചാണ്. ആ റേറ്റിലൊക്കെ ശരിക്കും കുറച്ചൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഓടിയിട്ടോ, വണ്ടി എടുത്ത് ഓടി 1,800 രൂപയ്ക്ക് ഞാൻ ഓടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ പൈസ കിട്ടില്ലല്ലോ. എൻ്റെ മനസ്സിൽ മുഴുവനും ദൈവമേ ഞാനിന്ന് മാർക്കറ്റിൽ പോയില്ല, എൻ്റെ പൈസ നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ചിന്തയാണ്. എനിക്കൊരു ചെറിയ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല, പക്ഷെ എനിക്കത് ഭയങ്കര വിഷമമാണ്. എന്നാൽ ലൈഫിൽ ഉണ്ടാകുന്ന വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ എടുക്കും. പക്ഷെ എൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ ബ്ലൂടൂത്ത് കേടായപ്പോൾ സത്യം പറഞ്ഞാൽ മൈൻഡ് മൊത്തം ഡൗൺ ആയ പോലെയായിരുന്നു. ഇപ്പോഴും എനിക്ക് അതിൻ്റെ സങ്കടമാണ്. അയ്യോ എൻ്റെ ബ്ലൂടൂത്ത് ഞാൻ 2 പ്രാവശ്യം വാങ്ങി, 700 രൂപയ്ക്ക് വാങ്ങി 3 ദിവസം പാടി. ബ്ലൂടൂത്ത് സ്പീക്കർ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ രണ്ടാമതൊരു 300 രൂപയ്ക്ക് മീഷോ വാങ്ങിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് ആ കളർ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ കുഞ്ഞായിട്ട് നല്ല സംഭവമല്ലേ. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ കുറച്ച് കഴിഞ്ഞാൽ ചതിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട് വിഷമമാണ്. അതിന് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കും ഞാൻ. പക്ഷെ മൈൻഡിൽ അതിങ്ങനെ സങ്കടം തന്നെയാണ്, അത് കൊണ്ടു നടക്കുന്നുണ്ട്. പിന്നെന്താ, അപ്പം ഇന്ന് ഓടിയത് കൊണ്ട് രക്ഷപ്പെട്ടു. ഇന്ന് എന്താ ഒരു ലക്ക് പോലുള്ള ഓട്ടങ്ങളായിരുന്നു. ഒരാൾ ഇറക്കും, അപ്പോഴത്തേക്ക് അടുത്ത ആൾ. പിന്നെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് 210 രൂപയ്ക്കുള്ള. അപ്പം അതിങ്ങനെ കിട്ടിയപ്പോഴാണ് ഈ ഒരു പൈസ ആയത്. പിന്നെ അങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങനെ ഇവിടെ അങ്ങനെ വല്ലാണ്ട് കിടന്നിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കുറേ ലൈനായിട്ട് കിടക്കണ ആ ഒരു ഏരിയയിലേക്ക് ഞാൻ പോയില്ല. അങ്ങനെ വണ്ടികൾ കിടക്കണ കാണുമ്പോൾ ഒരിത്തിരി ഇങ്ങോട്ട് വന്നാലും പെട്ടെന്ന് ഓട്ടം പോണ സ്ഥലത്തേക്ക് വന്ന് അവിടെ നിന്ന് ആളെടുത്ത് അങ്ങനെയായിരുന്നു ഇന്നത്തെ ഓട്ടം. അപ്പോൾ ഒരു 1,800 രൂപയ്ക്ക് ഞാൻ ഓടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അരിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി. കാരണം ഞാൻ രാവിലെ മാർക്കറ്റിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് സാധനങ്ങൾ മേടിക്കൽ. അപ്പോൾ ഇന്ന് ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ ഇവർക്ക് തിന്നാനുള്ളതും പിന്നെ വരുമ്പോൾ അരി കറിക്കുള്ളതൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നു. കറിക്കുന്ന ഞാൻ യൂട്യൂബിൽ കണ്ടൊരു സംഭവം കേട്ടോ. നമ്മുടെ വഴുതനങ്ങ ഉണ്ടല്ലോ, വഴുതനങ്ങ ഇങ്ങനെ റൗണ്ടാക്കി കട്ട് ചെയ്തിട്ട് അതിങ്ങനെ മസാല ഒക്കെ തേച്ച് മീൻ പൊരിക്കണ പോലെ പൊരിച്ചെടുക്കുക. പൊരിച്ചെടുത്തിട്ട് തൈരാണ് അതിൻ്റെ അടുത്ത്. തൈരിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് അതിങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഈ പൊരിച്ചെടുത്ത വഴുതനങ്ങ ഈ തൈരിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും താളിച്ചു കൊടുക്കാനുണ്ട്. കടുക് പൊട്ടിച്ച് പൊടികളൊക്കെ ചേർത്ത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് നല്ല ജീരകം, പിന്നെ കറിവേപ്പില, കടുകൊക്കെ പൊട്ടിച്ചിട്ട് എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് താളിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട്. അപ്പം അത് ഇന്ന് ഉണ്ടാക്കാം. എനിക്ക് ഭയങ്കര കണ്ടപ്പോൾ ഭയങ്കര കൊതി തോന്നി. എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു അതും മതി ഇന്ന് ചോറിന്. ഞങ്ങൾക്ക് 3 ആൾക്കല്ലേ, അപ്പം അത് മതി. പെട്ടെന്ന് ആവുകയും ചെയ്യും. വണ്ടി ചാർജിന് ഇട്ടിട്ടുണ്ട്. ചാർജ് ഏകദേശം തീർന്നു. അവനെ ചാർജിന് ഇട്ടിട്ടുണ്ട്. കുഞ്ചൂസായിട്ടാ വന്നപ്പോൾ തന്നെ ചാർജിനിട്ടത്. അപ്പോൾ വണ്ടി ചാർജ് കയറുമ്പോഴത്തേക്കും ചോറായിട്ടുണ്ട്. ഇനി കറിയാണ് ആക്കാനുള്ളത്. അതും പപ്പടം കാച്ച, പിന്നെ കുറച്ച് അച്ചാറോടെ ഇരിക്കുന്നുണ്ട്, വാങ്ങിയതാട്ടോ. പിന്നെ ഞങ്ങളിവിടെ വീണ് കിട്ടിയ മാങ്ങൊക്കെ കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. സുർക്കൊഴിച്ചിട്ട് ഉപ്പും പച്ചമുളകൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ വെള്ളമൊക്കെ നല്ല ടേസ്റ്റാണ് ചോറി കൂട്ടി കഴിക്കാനായിട്ട്. നന്ദുണ്ടാക്കിയതാണ്. മാങ്ങ ഞാൻ പറക്കി വയ്ക്കും, നന്ദുണ്ടാക്കിയതാണ്. അപ്പോൾ അതും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മതി ഇന്നത്തെ ചോറിന്. അപ്പോൾ ഇന്നത്തെ ഫുഡ് സ്പെഷ്യലാണ്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കണത് ഞാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ, മറക്കാണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയും കൂടി ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി പണിയിലേക്ക് കിടക്കട്ടെ. ഞാൻ ഒരളവില്ലാണ്ട് കുറച്ച് വഴുതനങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു 3-4 എണ്ണം എടുത്തപ്പോൾ തന്നെ അരിഞ്ഞപ്പോൾ ഇത്രയുണ്ട്. അപ്പം ഞാൻ ഇത്ര എടുത്ത് മതിയാക്കി ബാക്കിയുള്ളതുകൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഉപ്പേരി വയ്ക്കാനോ എന്തെങ്കിലും എടുക്കാമല്ലോ. അപ്പോൾ ഇത് ഇത്രയും വഴുതനങ്ങയാണ് ഞാൻ ഇനി പൊരിക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ അരിഞ്ഞ് വെച്ച വഴുതനങ്ങ തേന, ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി ഇത് മിക്സ് ചെയ്തിട്ട് ഒക്കെ അതിൽ തേച്ച് പിടിപ്പിച്ച് നല്ലോണം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തേന
വഴുതനങ്ങ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പൊരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരുള്ളൂ കേട്ടോ. അപ്പോൾ അതവിടെ കിടന്ന് മൊരിഞ്ഞ് വരട്ടെ. ഭയങ്കരമായിട്ട് മൊരിക്കൊന്നും വേണ്ട, ഒരു മീഡിയം ലെവലിൽ പൊരിച്ചെടുത്താൽ മതി. പിന്നെ ഇന്ന് രാവിലെ ഞാൻ ഗോതമ്പിൻ്റെ പുട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കണ്ട 2 കഷ്ണം പുട്ടവിടെ വെച്ചത് എനിക്കാൻ തോന്നുന്നുണ്ട്. പ്രത്യേകം ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് വേണ്ട എന്നുള്ളത്, പക്ഷേ മക്കൾ 2 കഷ്ണം എനിക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആ പപ്പടം ഞാൻ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെ വൈകിട്ട് കഴിച്ചോട്ടെ. ഞാൻ രാവിലെ 2 ഉഴുന്നുവടയും ചമ്മന്തിയും സാമ്പാറൊക്കെ കൂട്ടി ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്വന്തം പ്രിയേന്ന്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ ബാക്കി പണി നോക്കട്ടെ കേട്ടോ. ഞാൻ 2-3 ദിവസം മുമ്പ് 3 ദിവസം 4 ദിവസം മുമ്പ് ബ്രെഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേടായി. പിന്നെ ഇവരിവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അതങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചും പുറത്ത് വെച്ചിട്ടൊക്കെ ആയിട്ട് പിന്നെ തിന്നാനെടുത്തില്ല. അവരുണ്ടാക്കണതാണ്, പക്ഷെ എന്നാലും പിന്നെ ഞാൻ എടുത്തില്ല. അപ്പോൾ ഞാനത് കാക്കയ്ക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. സാധാരണ എണ്ണക്കടിയൊക്കെ ബാക്കി വരും, ഞാൻ ഇതുപോലെ മുറ്റത്തിട്ട് കൊടുക്കും. അപ്പോൾ കാക്കയും കുറേ പക്ഷികളൊക്കെ വരും കഴിക്കാൻ. പിന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ കടൽ തീരത്ത് പോയിട്ട് കടൽ തീരത്ത് നിന്ന് കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു 4-5 തവണ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ചാക്കിൽ ഉണക്കാനിടുക കേട്ടോ. നന്ദുവാണ് വീഡിയോ എടുക്കുന്നത്. നന്ദു വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ കപ്പലണ്ടിയൊക്കെ വറുക്കാനായിട്ട് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇതിങ്ങനെ നല്ലോണം എടുത്ത് വെച്ചാൽ മതിയല്ലോ. ഇതെനിക്കറിയില്ലായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞെന്നാണ്. എനിക്കല്ലാണ്ട് ഈ വക ബുദ്ധിയൊന്നും ഇല്ലല്ലോ, ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല. പിന്നെ ഇതൊക്കെ കഴുകുക എന്ന് പറയുമ്പോൾ മണ്ണൊക്കെ കഴുകുകയെ, പക്ഷെ കഴുകിയപ്പോൾ കുറേ ചേറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് കഴുകി ഒരു പറഞ്ഞില്ല 4-5 പ്രാവശ്യമൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് ചാക്കിലാക്കി വെച്ചത്. ഇത് 2 ദിവസം മുന്നെടുത്ത വീഡിയോ കേട്ടോ. ഇന്നേക്ക് 3 ദിവസമായി വീഡിയോ എടുത്തിട്ട്. പിന്നെ 2 ദിവസം തന്നെ ഉണക്കിയൊക്കെ വെച്ച് ഞാൻ മണ്ണ് ഇന്നലെ ഉണങ്ങി കിട്ടിയിട്ട. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണത്. പിന്നെ സമയം കിട്ടിയില്ല. ഇന്നലെ പോസ്റ്റ് ചെയ്യണമെന്ന് വെച്ച വീഡിയോ ആണ്. പിന്നെ ഇന്നത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതൊന്നും തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിന് ആവശ്യത്തിനുള്ള തൈര്, എനിക്ക് കുറച്ച് തൈര് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാൻ തൈരെടുത്ത് കുറച്ച് വെള്ളം കൂടി കൂട്ടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തന്നെ നമ്മൾ ഇനി വറവിടാൻ പോകാം കേട്ടോ. വഴുതനങ്ങ മൊത്തത്തിൽ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടി അടുപ്പത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ, ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇടാനുള്ള പൊടികൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നല്ല ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇടാം. പിന്നെ ഉപ്പ് നമുക്ക് ലാസ്റ്റ് ഇടാം. പിന്നെ ദേ കറിവേപ്പില ഇതിൻ്റെ മുകളിൽ കഴുകി അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇടാം. അപ്പോൾ ഞാൻ ദേ വറവിടാൻ പോവാണ്. കടുക് പൊട്ട് കേട്ടോ. കടുക് പൊട്ട് പൊരിക്കുന്നുണ്ട്. കടുക് തോന്നിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് കടുക് നന്നായിട്ട് ഇടുന്നത്. ഉപ്പുമാവിലൊക്കെ ആയാലും കടുക് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇനി നമുക്ക് നല്ല ജീരകം ഇട്ട് കൊടുക്കാനുള്ളത്. ഇത് പൊട്ടി തീരട്ടെ. നല്ല ജീരകം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ജീരകം ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ കൂടെ നമുക്ക് എടുത്ത് വെച്ച പൊടികളാട്ടോ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഞാനത് ഒരുമിച്ച് എടുത്ത് വെച്ചാണ്, ഇല്ലെങ്കിൽ പൊടി കരിഞ്ഞ് പോവില്ലേ. അപ്പോൾ അത് ഇട്ടെ. നല്ല മണം വരുന്നുണ്ട്. പൊടികളൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ തീ ഓഫാക്കിയില്ല. തീ ഓഫാക്കിയിട്ട് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് മോരിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതിനെ കൊണ്ടാണ് ഓരോ ഭാഗം നിർത്തിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കണേ. ഇനി ഞാൻ അതിലേക്ക് ഒഴിക്കട്ടെ. ഞാൻ താളിപ്പും വഴുതനങ്ങയൊക്കെ കൂടിയിട്ടിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. ഉപ്പ് നോക്കണം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ പിന്നെ കറികളൊക്കെ വെക്കുമ്പോൾ ഉപ്പ് ഞാൻ കുറച്ചാണ് ഇടല്. എന്നിട്ട് പിന്നെ നോക്കിയിട്ട് ഉപ്പ് പോരാന്ന് കാണുമ്പോൾ മാത്രമാണ് ഞാൻ ഉപ്പ് പിന്നെ ഇട്ട് കൊടുക്കല്. വേറെ ഒന്നുമല്ല, ഞാൻ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഉപ്പ് വാരി ഇടാറുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഉപ്പേരിയിലും അതേപോലെ കറികളിലൊക്കെ ഉപ്പ് ഭയങ്കരമായിട്ട് കൂടാറുണ്ട്. അപ്പോൾ ഇപ്പം അത് ശ്രദ്ധിച്ചാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. എന്നിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. ഓക്കെ. അപ്പോൾ നമ്മുടെ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ്. നമ്മുടെ അടുത്ത് ഏതൊരു അമ്പലത്തിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് വന്നു. പിന്നെ കുഞ്ഞുസിനി വന്നിട്ടേ കഴിക്കുള്ളൂ. അവൻ രാവിലെ ഗോതമ്പിൻ്റെ പുട്ടൊക്കെ കഴിച്ചത് കൊണ്ട് വിശപ്പില്ല എന്ന് പറഞ്ഞു. പിന്നെ നേരത്തെ പോയല്ലോ. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ലുവ ഇതെനിക്ക് ഫ്രീ കിട്ടിയാട്ടോ.
സാധാരണ ഞാൻ ഇങ്ങനത്തെ ബോട്ടിൽ ഞാൻ വാങ്ങാറുണ്ട്. ഇത് പക്ഷേ ഇന്നലെ എനിക്ക് ഒരു ഓട്ടം കിട്ടിയത്, ലാസ്റ്റ് ട്രിപ്പ് കിട്ടിയത് തൃശ്ശൂരിലുള്ള ഒരു ടീമിനെയാണ്. സംസാരിച്ച് വന്നപ്പോൾ എൻ്റെ അച്ഛൻ നാട്ടുകാരനാണ്, പറഞ്ഞപ്പോൾ അച്ഛനൊക്കെ അറിയാം. അങ്ങനെ കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവർക്ക് ഒട്ടും ടൈമില്ല. നമുക്ക് എന്താ പറയുക, ഓട്ടം എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ വണ്ടിയിലിരുന്നു കൊണ്ട് തന്നെ മിഠായി തെരുവിൻ്റെ ഫ്രണ്ടൊന്ന് കാണണം, പിന്നെ കുറച്ച് അലുവ മേടിക്കണം, അതേപോലെ തന്നെ വണ്ടിയിലിരുന്നു കൊണ്ട് തന്നെ ബീച്ചൊന്ന് കാണണം, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ അവരെടുത്തു. ബീച്ചല്ല സോറി, ഫസ്റ്റ് നമ്മൾ പോയത് മിഠായി തെരുവിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ്. അപ്പോൾ മിഠായി തെരുവാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു. പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് തൊട്ട് റോഡ് സൈഡിൽ തന്നെ ഒരു അലുവക്കട ഇപ്പോൾ പുതിയത് തുടങ്ങിയിട്ട് കുറച്ചായിട്ട് തുടങ്ങിയിട്ട് കുറച്ച് മാസം ആയിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഞാൻ വണ്ടി സൈഡാക്കിയിട്ടു. അവിടെ അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോഴേ നടക്കൊന്നും വേണമെന്നില്ല, വണ്ടിയിലിരുന്നു കൊണ്ട് തന്നെ പറഞ്ഞാൽ അവർ എത്തിച്ചു കൊടുക്കും. പക്ഷേ പുള്ളി ഇറങ്ങിപ്പോയിട്ടോ, അതിൽ മാത്രം നടക്കാനൊന്നുമില്ല. കടയുടെ തൊട്ടടുത്ത് തന്നെ വണ്ടി സൈഡാക്കി കൊടുത്തു. അങ്ങനെ ആള് പോയി കുറേ അലുവ അങ്ങനെ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി. അതിനിടെ ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നു. ആളുടെ വൈഫിൻ്റെ കൂടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ചേട്ടൻ പോയ സാധനങ്ങളൊക്കെ ആൾ അബുദാബിയിലേക്ക് എവിടേക്ക് പോവാണ്. അപ്പോൾ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് അലുവ വേണം. അപ്പോൾ അങ്ങനെയാണ് അലുവ മേടിക്കാനായിട്ട് വന്നത്. അപ്പോൾ ആൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം, അലുവ കഷ്ണങ്ങൾ കംപ്ലീറ്റ് ഞങ്ങൾക്ക് കൊണ്ടുതരുമായിരുന്നു. ഞാനത് കുറേ മതിയെന്ന് പറഞ്ഞിട്ടും എല്ലാം കഴിച്ച് നോക്ക്, ടേസ്റ്റ് നോക്ക്, അഭിപ്രായം പറയാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ കഴിക്കുകയൊക്കെ ചെയ്തിട്ട് 2-3 പ്രാവശ്യമൊക്കെ വാങ്ങി കഴിച്ചു. ഇത്രയും കഴിച്ചു. അങ്ങനെ 5 കിലോ അലുവയാണ് അവർ വാങ്ങിയത്. അപ്പോൾ അവർ വാങ്ങി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ കടയിലത്തെ ചേട്ടൻ വന്നിട്ട് എനിക്ക് ഈ ഒരു ബോട്ടിൽ അലുവയും തന്നു. അതേപോലെ ഒരു ബോട്ടിൽ വെള്ളം കൊണ്ട് തന്നു. കസ്റ്റമേഴ്സിനൊക്കെ കൊണ്ട് അവിടെ ആക്കണവർക്ക്, അല്ലെങ്കിൽ അവിടെ നിന്ന് അലുവ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് കസ്റ്റമേഴ്സിനെ കൊണ്ട് ചെല്ലുമ്പോൾ എല്ലാ ഡ്രൈവർമാർക്കും അങ്ങനെ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ എനിക്ക് കിട്ടി. അപ്പോൾ ഇനി ഇതുപോലെ കസ്റ്റമേഴ്സിനൊക്കെ എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സന്തോഷം, അങ്ങനെ ഒരു സംഭവം എനിക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി ചോറ് കഴിക്കാൻ പോവാണ്. സാധാരണ ഞാൻ വെള്ളം ലാസ്റ്റാണ് കുടിക്കല്, ഇന്ന് ചൂടായിട്ടാണ് തോന്നുന്നത്, നല്ല ദാഹമുണ്ട്. ഇപ്പം ഞാൻ വെള്ളം നന്നായി കുടിക്കാറുണ്ട് കേട്ടോ. പിന്നെ കറി കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ തൈരൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. അതേപോലെ വഴുതനങ്ങ ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും. എനിക്കാണെങ്കിൽ ഇത് രണ്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് രണ്ടും. വഴുതനങ്ങ വേറെ ഒന്നുമില്ലെങ്കിലും ഉപ്പേരി ഉണ്ടാക്കി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതേപോലെ എന്താ പറയുക, തൈരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നന്നായി കഴിക്കുന്ന സാധനമായിട്ട് തൈര്. പിന്നെ അച്ചാറുണ്ട്. ഇത് നമ്മൾ വാങ്ങിയതാണ്. ഇത് ഇവിടെ എരഞ്ഞിപ്പാലം കാലിക്കറ്റ് ഓപ്പോസിറ്റുള്ള കടയിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷെ എനിക്കിത് അത്ര ഇഷ്ടമായിട്ടില്ല. മറ്റെന്താ പറയുക, നാരങ്ങയും കാരക്കും കൂടി മിക്സ് ചെയ്താന്ന് തോന്നുന്നു. ഇഷ്ടമായി നമുക്ക് ചേച്ചി? നാരങ്ങയും പൈനാപ്പിൾ, സോറി, കാരക്കല്ല പൈനാപ്പിൾ. നന്ദു എടുക്കണ്ട, അത് കറക്റ്റായി എടുക്കണ്ട. അപ്പോൾ നാരങ്ങയും ശരിയാ പൈനാപ്പിൾ കേട്ടോ. അത് അയ്യോ മണം, നമുക്ക് വായിലൊക്കെ വെള്ളം നിറയും. പക്ഷെ ഭയങ്കര ടേസ്റ്റ്. സാധാരണ അച്ചാർ കൂടുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നുമില്ല. ഞാൻ എന്തായാലും ഒരു ഇത്തിരി എടുക്കുന്നുണ്ട്. വായിലൊക്കെ വെള്ളം വരുന്നുണ്ട്. പിന്നെ നന്ദകിഷോർ ഉണ്ടാക്കിയ മാങ്ങ, ശരിയാ, അത് ഞാൻ പ്രശ്നം. എനിക്ക് ഇത് രസം നോക്കുന്നുണ്ടോ? വയറച്ച് ഫുള്ളാക്കി ചോറ് കഴിച്ച് വന്നിരിക്കുക. അമ്പലത്തിലത്തെ ചോറൊക്കെ പിന്നെ എന്തെങ്കിലും പൊളിയാണല്ലോ. പായസം ഉണ്ടായില്ല എന്ന് പറഞ്ഞു. പായസം ഇല്ലാത്തതാണോ നീ കഴിക്കാത്താണോ? പായസം ഇല്ലായിരുന്നു. അതായത് ഞങ്ങൾ സ്കൂളുകാരെ ആയതുകൊണ്ട് ഞങ്ങളെ പെട്ടെന്ന് കയറ്റി. പക്ഷെ കൊറേ നേരമായി ചോറ്. പപ്പടം ഉണ്ട്, പപ്പടം ഞാൻ എടുത്തിട്ടില്ല. പിന്നെ നന്ദു മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്, ഉപ്പും പച്ചമുളക് സ്വർക്കൊക്കെ ആക്കിയിട്ട്. പക്ഷെ ഇത് പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിൽ ഇടാൻ പാടില്ലാന്നറിയാം. ഞങ്ങൾക്ക് വേറെ ചില്ലിന്റെ പാത്രം ഇല്ലാത്തതിനെ കൊണ്ടാട്ടോ. സ്വർക്ക കണ്ടമാനൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഇതുകൊണ്ട് എടുക്കാല്ലേ? കുഴപ്പമില്ല. എന്നാ നീ വേറെ സ്പൂൺ എടുത്തിട്ടുണ്ടോ? ഞാൻ എന്തായാലും തിന്നാൻ പോവാണ്. ഇവർക്ക് ഇഷ്ടപ്പെടുന്ന അറിയില്ല. ഇവർക്ക് വഴുതനങ്ങ ഭയങ്കര ഇഷ്ടമൊന്നും പറയാറില്ല. മാങ്ങ എടുത്തിട്ടാ വേണ്ട, വെള്ളം ഞാൻ എടുത്തു.
എന്റെ ബാഗിൽ 2 മുട്ടായി ബിസ്ക്കറ്റ് ഉണ്ട്. എടുത്തോ. ബിസ്ക്കറ്റ് ഞാൻ ചിലപ്പോ തരും. അതിൽ 10 ഇട്ടോ നിന്റെ. എനിക്ക് 10 വേണ്ട, പക്ഷെ നമുക്കിപ്പോ കഴിക്കാൻ പറ്റും. നാരങ്ങയുടെ അച്ചാറ് കൂട്ടിപ്പോയാണ് കുറച്ച് പുളിപ്പ് തോന്നണം കേട്ടോ. ശരി, നല്ല ഭംഗിയുണ്ട് കാണാൻ. വഴുതനങ്ങ ഇങ്ങനെ പൊരിച്ചിട്ടിട്ട്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പം സമയം 2:30 ആയിട്ടുണ്ട്. 3 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. 3 മണിയാകുമ്പോൾ ഞാൻ വണ്ടി എടുത്തോടാൻ പോകും. ഉറങ്ങൊന്നുമില്ല ഇന്ന്. പക്ഷെ ഇന്ന് നേരത്തെ ഞാൻ വീട്ടിൽ കയറും. ഇന്നലെ ഉറങ്ങിപ്പോയിട്ട് മാർക്കറ്റിൽ പോകാൻ പറ്റില്ലല്ലോ. പിന്നെ ഇന്നലെ വാങ്ങിയ പാലൊക്കെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ന് വേറെ സാധനങ്ങളൊന്നും മേടിക്കാനില്ല. അപ്പം ഇന്ന് കുറച്ച് നേരം ഓടിയിട്ട് വീട്ടിൽ കയറും. നേരത്തോടെ ഒരു 6 മണി 7 മണിക്കുള്ളിൽ വീട്ടിൽ കയറും. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ തിന്നട്ടെ. ഞാൻ ചോറ് കഴിക്കട്ടെ. ബാക്കിയുള്ള പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ